ആരത്? അത് ബാബുവിന്റെ അപ്പനാ. ബാബുവിന്റെ അപ്പനോ? ഇയാളെന്താ ഇവിടെ? പറയാം. നിനക്കെപ്പോഴാ ഇന്റർവ്യൂ? ഓ, ഇന്റർവ്യൂ. മനു വാടാ ചായ കുടി. എന്താ പൊതിയൊക്കെ ഇട്ട്? ഇത് പെർഫ്യൂം, ഇത് മൊബൈൽ ഫോൺ. അച്ഛൻ തന്നുട്ടാ. ഏയ് ഇതൊന്നും വേണ്ട, ഇതൊക്കെ വലിയ ശല്യവും. അയ്യോ, ഇത് മാമനുള്ളതായിട്ട് കാണണ്ട. എന്തായാലും ഞാൻ കുറച്ചു നാൾ ഇവിടെ ഉണ്ട്. പരിചയമില്ലാത്ത സിറ്റി. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതിയാ. എഴുന്നേക്ക്, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യ്. ഓ പിന്നെ നീ ഒരു ഓട്ടോ പിടിച്ചാൽ പോയാ മതി. അത് പറ്റില്ല. ഞാൻ ലേറ്റ് ആവും. എണീക്ക്. ശല്യം. എന്നിട്ട് പോടാ. ചായ വെക്കട്ടെ സാറേ? ഇറങ്ങി പോടാ. എന്താടാ നിന്റെ ഐശ്വര്യം? വന്ന് കയറി പോലീസ് പിടിച്ചു. ഇന്നിപ്പോ 1-ാം തീയതി ആയിട്ട് തെണ്ടിടാം. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഈ മന്ദാകിനെ എവിടെയും കൊണ്ട് കളയും. മന്ദാകിനിയോ? ആ, മന്ദം പോകുന്ന ഈ വണ്ടി മതി. നീ ഓട്ടോയിൽ പോയാ മതി കേട്ടോ. വണ്ടിയെ കുറ്റം പറയുന്നോടാ തെണ്ടി. ഓ അത് ശരി. അപ്പൊ സോമനോളെ ഈ പൈനിയർ പ്ലാസ നേരെ പോയി ലെഫ്റ്റ്. ഓ, 6th ഗ്രേഡ് 6ാം ക്ലാസ്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് മൊമെന്റ്. നിന്റെ ഓരോ ചുവടും ശ്രദ്ധയോടെ ആയിരിക്കും. ഓ തൊലഞ്ഞു. ഉപദേശി കേട്ടി നിറാശ്. മനു രാഘവ്, നീ ഹോംവർക്ക് ചെയ്തില്ല അല്ലേ? പറ. സോറി ശക്തിമാൻ പറ. സോറി ശക്തിമാൻ. അല്ല, a²+2ab+b². നീ കൈവിരൽ വായിലിടരുത്. വിരലിലെ കീടാണൂസ് വായിൽ കൂടെ വയറ്റിൽ ചെന്നെത്തും. വയറുവേദന ഉണ്ടാവും. പിന്നെ ക്ലാസ്സിൽ വരാൻ പറ്റാതാകും. സ്റ്റഡീസ് മുടങ്ങും. അങ്ങനെ ലൈഫ് ഒരു ഫെയിലിയറായി മാറും. മനു രാഘവ്, നീ ഇവളെയാണോ പ്രേമിക്കുന്നത്? I feel so sorry for you, man. Success doesn't come after you. You have to go behind it. I can't believe this. ഇതാണ് നിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. ഇതിനെ ബേസ് ചെയ്തിരിക്കും നിന്റെ അങ്ങോട്ടുള്ള ജീവിതം. ഓരോ സ്റ്റെപ്പും വളരെ ദൃഢനിഷ്ഠയോടെ ആയിരിക്കും. ആർ യു അണ്ടർസ്റ്റാൻഡിങ് മീ? ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്താണോ തനിക്ക് കണ്ണു കണ്ടൂടെ? താങ്ക് യു. സോറി. അതിന് അലമാരയിലാണ്. സർ, വൺസ് മോർ പ്ലീസ്. ഓക്കേ. അതിന് അലമാരയിലാണോ ഇതൊക്കെ മായ, കുറച്ചുകൂടെ ഒന്ന് സ്പീഡാക്കാം. അതിന് അലമാരയിലാണോ ഇതൊക്കെ വെക്കുന്നത്? വൺസ് മോർ. അതിന് അലമാരയിലാണോ ഇതൊക്കെ വെക്കുന്നത്? മായ ടയർഡാണോ? കുറച്ച്. നല്ല ഹാങ് ഓവർ ഉണ്ടല്ലോ. എനിക്കും ഒരു സിഗരറ്റ് വലിച്ചിട്ട് വന്നാലോ സാർ? ഓക്കെ, ടേക്ക് എ ബ്രേക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ സാർ. പിന്നെ പച്ച മലയാളം സംസാരിക്കുന്ന നായികമാർ ഇവിടെ ഉണ്ടായിട്ട് പിന്നെ എന്തിനാ സാർ അന്യഭാഷ സംസാരിക്കുന്ന നടിമാരെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അക്രമം കാണിക്കുന്നേ? നമുക്ക് ലുക്സ് വേണ്ടേ? അതിവിടെ കിട്ടില്ലല്ലോ. മായക്കാണെങ്കിൽ മിനിമം ശബ്ദമെങ്കിലും ഉണ്ട്. അതെന്താ മിനിമം ശബ്ദം? ഒന്നുമില്ലേ, ബ്രേക്ക് കഴിഞ്ഞിട്ട് തുടങ്ങാം. വിട്ടോ മച്ചാനെ. കണ്ണടി വെച്ചിട്ട് ഇറങ്ങിക്കോളും.
അതെ, ആ മിലിറ്ററി സണ്ണിയുടെ കോട്ട തീർന്നു. ഇത് വേറൊരു നേവിക്കാരുടെ അവനാണെങ്കിൽ ഒടുക്കത്ത ജാടയും കാശും കൂടുതലാ. 1-ാം തീയതി അല്ലടാ, പിന്നെ ന്യൂ ഇയറും എല്ലാ ഞാഞ്ഞൂളും തല പൊക്കും. ആ കള്ളുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. താറാമ്പട്ട് ഇരിപ്പുണ്ടോ? പിന്നെ 2 ഓംലെറ്റ് അടിക്കും. ഉവ്വ. ആ ബാബേ, ഓ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിക്കണം. ആ. ഒരു സൈഡ് മറിച്ചിട്ടാ മതി. ആ. ഉപ്പും കുരുമുളകും ബട്ടറും മാത്രം. ഓക്കെ. ആ പിന്നെ ഒരു കീറ് മുളക് കൂടി വെച്ചോ. ഇതൊക്കെ എന്നും പറയണോ എന്റെ സാറേ. ആരാ? ആ മനു പറ. വടി എത്തി, അടി തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇന്റർവ്യൂ എന്താടാ? മുടുക്ക, നല്ല കാര്യം. വേമ്പ ഓ അവിടെ എന്തായി? എടുക്കുന്നു. അമ്മേ, ഒരു കുട്ടി ദോശ. ഹലോ ചേട്ടാ, തട്ടിൽക്കുട്ടി ദോശയില്ലേ, അതൊരു 6 അയക്കണേ. എങ്ങനെ? പിന്നെ നിങ്ങളുടെ ഗാർലിക് ചട്നിയും. എന്റെയോ? ദോശ നന്നായി മൊരിയണം. പിന്നെ ചമ്മന്തിപ്പൊടിയും. ലേറ്റ് ആവരുതേ. അഡ്രസ് എഴുതിക്കോ. തോപ്പിൽ ഹൗസ്, പാളയം. ഓക്കെ? ബാബേ, ഇതെന്താ ഈ തട്ടില് കുട്ടി ദോശ? എന്ത് വരിക്കാശ്ശേരി വരെ കിട്ടില്ലെന്നോ? നടക്കില്ല, ഷൂട്ടിങ് നടക്കില്ല. ഒന്ന് ഹോൾഡ് ചെയ്യണേ. മായ, ഒരു ബർഗർ കഴിക്കുന്നു? വേണ്ട സർ, ഞാൻ ദോശ പറഞ്ഞിട്ടുണ്ട്. ഓ, ദോശയാണോ മായയുടെ ശബ്ദത്തിന്റെ രഹസ്യം? ഹലോ, ഈ വരിക്കാശ്ശേരി മന നമുക്ക് സെറ്റ് ഇട്ടാലോ? വാ, ക്ഷീണം കാണും. ഇന്റർവ്യൂ തുലച്ചതല്ലേ? ഓ, ഇത് പോയാ വേറൊന്ന്. നീ അടിക്കണല്ലേ? ഈ കൂതർ റമ്മല്ലേ, എനിക്ക് വേണ്ട. എന്താടാ റമ്മിനോട് എത്ര പുച്ഛം? എനിക്കൊരു പുച്ഛം ഇല്ലായേ. അരമണിക്കൂറായി ദോശ ഓർഡർ ചെയ്തിട്ട് വിശന്നിട്ടാടോ വിളിക്കുന്നത്? ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയല്ലേ? തന്നില്ലെങ്കിൽ നീ എന്നെ എന്താ മൂക്കി കയറ്റുവോ? ഹലോ, എക്സ്ക്യൂസ് മീ. നമ്പർ നോക്കി വിളിക്കടി കച്ചറേ. താൻ എന്നെ കളിയാക്ക വരുന്നോ? അതെ. ഒരു ഫോൺ മേടിക്കാനും അത് ചെകിട്ടിൽ വെച്ച് നടക്കാനും തന്നെ പോലെ ഏത് കൊശവനും പറ്റും. നിർത്തടി, നിനക്ക് അറിയില്ല ഞാൻ ആരാന്ന്. എനിക്കറിയാം നീ ആരാണെന്ന്. ആണാണെന്നും പറഞ്ഞ് മീശയും താടിയും വെച്ച് നടക്കുന്ന ജന്തു. കളിക്കല്ലേ, കളിച്ചാ ഞാൻ തീറ്റിക്കേ പുളിമാങ്ങ കാണോ എനക്ക്. തന്നെ പോലുള്ള പരനാറികൾക്കൊരു വിചാരമുണ്ട് ഏത് പെണ്ണിനെയും പുളിമാങ്ങ തീറ്റിക്കാവുന്ന്. ആ മാങ്ങ താൻ ഉപ്പിലിട്ട് വെക്ക്. തന്റെ 16 വിളമ്പ കിണ്ടി. എടി പുന്നാര മോളെ, 16 അമ്മൂമ്മട പോടാ മരപ്പട്ടി. പൊടി കരിങ്കളി വെച്ചിട്ട് പോകാതെ പുല്ല. എന്താ പ്രശ്നം? ആരാ ഫോണില്? ഹോട്ടലാണെന്ന് കരുതി വീട്ടിലേക്ക് വിളിച്ചേതോ ഹതഭാഗ്യായ പെണ്ണ്. ഇതിന്റെ അപ്പനെ എന്നെ കൊണ്ട് തിരിച്ചു കൊടുത്തേക്ക്. ഇതില്ലായിരുന്ന കാലത്ത് എനിക്കൊരു ശല്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പെണ്ണിനെ മരപ്പട്ടിന്ന് വിളിച്ചു. റോങ് നമ്പർ ആണെന്ന് ആദ്യം പറയാറുന്നല്ലോ. പ്രശ്നം ഈ ഫോണിന്റെ ആ പെണ്ണിന്റെ ഒന്നും അല്ല. നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ അറിയില്ല. അതെ, അറിയില്ല. ആ, അത് മനസ്സിലായെങ്കിൽ വിളിച്ച് സോറി പറയാറുന്നല്ലേ. ആര്? ഞാനാ? എന്റെ പട്ടി പറയും. ഹലോ, ദോശ ദോശ കഴിക്കല്ലേ? ഓടാ പട്ടി. അയ്യേ, ചപ്പാത്തി മാവില് പഴോ? സോഫ്റ്റ് ആവാനാടി പോത്തെ. നോക്ക്.
ആരോ കാര്യമായിട്ട് മാപ്പിരക്കുന്നുണ്ടല്ലോ. ആരാ? പേരില്ല. ലാസ്റ്റ് നമ്പർ 706. ആ ദോശത്തണ്ടിയായിരിക്കും. ഞാനിത് പ്രതീക്ഷിച്ചു. ഓ, ചേച്ചി കരിങ്കാളിന്ന് വിളിച്ച പുള്ളി. ഒരു സോറി തിരിച്ചയക്കട്ടെ. എന്തിന്? അല്ല, നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടല്ലോ. എടി, ഇതൊക്കെ ഇവന്മാരുടെ സ്ഥിര നമ്പറല്ലേ. ആദ്യം മിസ് കോൾ, പിന്നെ SMS. നമ്മളെങ്ങാനും സംസാരിക്കാൻ തുടങ്ങിയ 3ന്റെ അന്ന് ചോദിക്കും, ഹലോ, ഇപ്പൊ ഏത് ഡ്രസ്സായിട്ടിരിക്കുന്ന ഡാർലിംഗ്? പക്ഷെ എനിക്ക് തോന്നുന്നു ഇയാള് ഡീസന്റ് ആണ്. ഉറങ്ങുമ്പോഴായിരിക്കും. അല്ല, കാരണം ചേച്ചിയാണല്ലോ നമ്പർ മാറി വിളിച്ചത്. അതയാൾക്ക് പറയാൻ പാടില്ലേ? സാധാരണ വിളിച്ചാൽ തന്നെ ചേച്ചി വൺ സൈഡാ. ഇങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കാറില്ല. അത് തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവും. ഇനി വിളിച്ചിട്ട് അവൻ വല്ല നമ്പറും ഇട്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അത് ഡീൽ ചെയ്യാൻ ചേച്ചിക്കറിയില്ലേ? ഇങ്ങോട്ട് സോറി പറഞ്ഞ നിലയ്ക്ക് മാറ്റിയ പാർട്ടിയാ. ആര്? ദോശ ദോശ. ഏ? അവക്കെന്താ പറയാനുണ്ടെന്ന്. എനിക്കൊന്നും സംസാരിക്കാനില്ല. വിശപ്പ് സഹിക്കണ്ട് പറ്റിയതല്ലേ. ഷെമി പ്ലീസ്. ഹലോ. ഹലോ, ഞാനാ ദോശ. ഉം. ഇന്നലെ നമ്പർ മാറിപ്പോയി, സോറി. ഇറ്റ്സ് ഓക്കെ. ഇന്നലെ ഞാനും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ ശരി. ആ ശരി. പിന്നെ എന്താ? ഈ പിന്നെ ഈ തട്ടിലെ കുട്ടിദോശ എവിടെ കിട്ടുക? പോടാ. അവിടെ തെറ്റു പറയാൻ പറ്റില്ല. പൊളിച്ചു മോനെ. ഇല്ലടാ ബാബു, കലക്കി. ഒരു രക്ഷയില്ലട്ടാ. എന്നാലും നമ്മൾ ഈ സാർ അറിയാണ്ട് പോയല്ലോ സാറേ, അല്ലേ? ഹലോ, ഓർമ്മയുണ്ടോ? ആ എന്താ? ഏയ്, ഒരു താങ്ക്സ് പറയാൻ വേണ്ടിട്ട് വിളിച്ചാ. എന്തിന്? കുട്ടി പറഞ്ഞ തട്ടിലെ കുട്ടിദോശ കഴിച്ചു. ഉഗ്രൻ. താങ്ക്സ്. ആണോ? ഗാർലിക് ചട്നി ഉണ്ടായിരുന്നോ? അതാണ് കോമ്പിനേഷൻ. അതെ. എന്താ കുട്ടിയുടെ പേര്? മായ. പിന്നെ ഞാനത്ര കുട്ടിയൊന്നുമില്ല കേട്ടോ. എന്ത് ചെയ്യുന്നു? ഞാനൊരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. സിനിമയിലാണോ? അതെ. ആ ഫാൻസുകാർക്ക് ഫ്ലെക്സ് അടിക്കാൻ കാശ് കൊടുത്തേക്ക്. ഇപ്പൊ അവരെന്നെ വിളിച്ചേ ഉള്ളൂ. ശരി സാർ. ആ കുട്ടിയുടെ നമ്പർ ഒന്ന് വാങ്ങിച്ചേക്ക്. ഹലോ, ഞാനിവിടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലാ. ഓ, എന്തായാലും യുദ്ധം തുടങ്ങി വെച്ച ദോശ തന്നെ യുദ്ധം അവസാനിപ്പിച്ചു. ഇതുപോലെ സെക്കൻഡ് വേൾഡ് വാർ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കേക്കുണ്ട്. 4 ദിവസം കൊണ്ട് അതുണ്ടാക്കുന്നത്. ഓ, തുടങ്ങി ഹിസ്റ്ററി. ഇയാളിത് കുളവാക്കും. ഏയ്, സാർ അങ്ങനൊന്നും ചെയ്യൂല. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. ഞാനൊന്ന് പരീക്ഷിക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കൂടാം. ജുവാൻസ് റെയിൻബോ എന്നാണ് ഈ കേക്കിന്റെ പേര്. ജുവാൻ ലോബോ എന്ന ഫ്രഞ്ചുകാരി യുദ്ധത്തിന് പോയ ഭർത്താവായ ആൽബർട്ടിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ റെസിപ്പി. സ്ട്രോബെറി കൊണ്ടാണ് ജുവാൻ ആദ്യ ദിവസം കേക്ക് ഉണ്ടാക്കിയത്. യുദ്ധം അവസാനിച്ചില്ല. വരാമെന്ന് പറഞ്ഞ ദിവസം ആൽബർട്ട് വന്നില്ല. പിസ്ത കേക്കിൽ റമ്മിൽ ഒരു 4 മണിക്കൂറെങ്കിലും മുക്കി വെച്ചിട്ടുള്ള ഉണക്കമന്തിരി എന്തപ്പോഴും എന്തെങ്കിലും ചേർക്കാം. അതെ, ഒന്നും മനസ്സിലാവണില്ല. പിസ്ത കേക്ക് ഉണ്ടാക്കുമ്പോ റമ്മിൽ 4 മണിക്കൂറെങ്കിലും മുക്കി വെച്ച ഈന്തപ്പഴോ അല്ലെങ്കിൽ ഉണക്കമന്തിരിയോ ചേർക്കുന്നത് നല്ലതായിരിക്കും. അതിന് റമ്മിപ്പോ
പിറ്റേന്ന് ജുവാൻ ഒരു പിസ്താ കേക്ക് ഉണ്ടാക്കി ആൽബർട്ടിനെ കാത്തിരുന്നു. അന്ന് പുള്ളിക്കാരൻ വന്നോ? വന്നില്ല. അവൾ അത് സ്ട്രോബെറി കേക്കിനോട് ചേർത്ത് വെച്ചു. ഒരാളെ ഇങ്ങനെ പറ്റിക്കരുത്. ഹലോ, ഞാനാ. എന്താ വിശേഷം? ഏയ്, മായ ഇപ്പൊ ഫ്രീ ആണോ? എങ്കി മായക്കുതാ ഈ ശബ്ദം. സാർ ഇറങ്ങുന്നില്ലേ? ഇല്ല, പോയ ഇറങ്ങിക്കോ, ഞാൻ പൊട്ടിക്കോളാം. ഹലോ, ഇവിടെ പറഞ്ഞതാ. മായക്ക് ഈ ശബ്ദം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഏത് ശബ്ദം? ആരാന്ന് മനസ്സിലായോ? ഒരു ഐഡിയ ഇല്ല. പക്ഷേ സോണിയാഗാന്ധിയാണോ? അടുത്തെത്തി. അമ്മായിയമ്മ ഇന്ദിരാഗാന്ധി. ആണോ? ഞാൻ ആദ്യമായിട്ടാ ഇന്ദിരാഗാന്ധിയുടെ ശബ്ദം കേൾക്കുന്നത്. അതല്ല, സൗണ്ട് മേഖലയിൽ നിന്നുള്ള ആളായതുകൊണ്ടാ. ആ, ഞാൻ അത്രയ്ക്ക് ഭയങ്കരിയൊന്നുമല്ല. ഇത് പിടിച്ചോ, ഒരു മുഖ്യമന്ത്രിയാ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? MGR. ഇത് MGR தலைவர். ഇത് മാത്രം അങ്ങനെ പെട്ടെന്ന് പിടുത്തം കിട്ടി. எத்தனை MGR படம் பார்த்திருக்கேன். நான் ஒரு MGR ரசிகை. എന്റെ മുത്തശ്ശൻ അണ്ണാ DMK-യിൽ ഉണ്ടായിരുന്നു. അതോ அதோ அந்த பறவை போல வாழ வேண்டும், இந்த அலைகள் போல ஆட வேண்டும், ஒரே வானிலே ஒரே மண்ணிலே ஒரே வானிலே ചേച്ചി ബ്ലൗസ് ഉറക്കുവാന്ന് തോന്നുന്നു. ஒரே கீதம் உரிமை கீதம். പ്രതീക്ഷയുടെ 3-ാം നാൾ ജുവാൻ തന്റെ മുറ്റത്ത് ആദ്യമായി കായ്ച്ച ഓറഞ്ച് മരത്തിൽ നിന്നും പഴുത്ത ഓറഞ്ചുകൾ നോക്കി പറിച്ചെടുത്ത് കേക്കുണ്ടാക്കി കാത്തിരുന്നു. പക്ഷേ അന്നും യുദ്ധം അവസാനിച്ചില്ല. മായക്ക് ഈ കുക്കിങ്ങിൽ എങ്ങനെ താല്പര്യം വന്നു? അങ്ങനെ ചോദിച്ചാ എന്റെ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യായിരുന്നു. ഞാൻ അമ്മയെ കണ്ടാ പഠിച്ചത്. അമ്മ ഇപ്പൊ എവിടെയുണ്ട്? അമ്മ മരിച്ചുപോയി. ഭയങ്കര സംഭവമായിരുന്നു. വീട്ടിലാ സമയത്ത് 10-16 പേരുണ്ടായിരുന്നേ. അമ്മ ഒറ്റയ്ക്കാ സകല ജോലിയും ചെയ്തിരുന്നത്. അമ്മയുടെ കുക്കിംഗ് കാണാൻ തന്നെ ഒരു രസാ. പപ്പടം കീറി കാച്ചുന്നതും പാവയ്ക്ക അരിയുന്നതും മാങ്ങ ഉപ്പിലിടുന്നതും. ടേസ്റ്റ് നോക്കി ഓക്കെ ആണെങ്കിൽ തവി കൊണ്ട് പാത്രത്തിന്റെ വക്കിൽ ടപ് ടപ് 2 അടി. കുക്ക് ചെയ്യുമ്പോ എനിക്ക് തോന്നും ഞാൻ അമ്മയെ തിരിച്ചു കൊണ്ടുവരികയാണെന്ന്. അമ്മ എന്റെ അടുത്ത് എവിടെയോ ഉണ്ടെന്ന്. അമ്മയുടെ സ്വാദ്, ചിരിയൊക്കെ. അറിയോ? ഓക്കെ, നോ, ഐ എം നോട്ട് ഓക്കെ. കരണ്ട. യുദ്ധം അവസാനിച്ചു. 3 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റുകളുമായി ആൽബർട്ട് വന്നു. അവൾ അത് അവനു വേണ്ടി കരുതി വെച്ച കേക്കിലേക്ക് ഒരുക്കി ചേർത്തു. അവരൊരുമിച്ച് ആ കേക്ക് കഴിച്ചു. ആൽബർട്ട് അവളുടെ ചെവിയിൽ പറഞ്ഞു, നീ ഒരു ലോകമഹായുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു.
ദേശീയ നേതൃത്വം ഇടപെട്ട് മേഖലാതലത്തിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾക്ക് താൽക്കാലിക ശമനം വരുത്തിയതോടെ അകാലിദൾ ബാദൽ സഖ്യം പഞ്ചാബിൽ സ്ഥാനം ഉറപ്പിക്കുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണല്ലോ. അതേ തർക്കമില്ലാത്ത കാര്യമാണല്ലോ. എന്താ സാറേ? നീ ഇത് ഇവിടെ കൊണ്ടു വച്ചിരിക്കായിരുന്നു. ഒരു ചായ വേണോ? അല്ല പിന്നെ ഒന്നുമില്ല. ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താ? ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ആര്? മായ. ഏത് മായ? നിന്റെ അമ്മൂമ്മ. ഓ, നമ്മുടെ ദോശ. എന്നിട്ട് പോണില്ലേ? ഏയ്, അത് ശരിയാവില്ല. അതെന്ത് ശരിയാവത്തെ? എന്റെ ഈ ലുക്ക് ശരിയാവൂലടാ. ഈ ലുക്കിന് എന്താ പ്രശ്നം? അല്ല, ഈ താടി നരയൊക്കെ ആയിട്ട്. ഓ, എന്നാലെന്താ? സാറ് സുന്ദരനല്ലേ? അല്ലടാ. അത് വിട്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് കറുത്തിട്ടല്ലേ? ലുക്കിലല്ല, സ്റ്റൈലിലാണ് കാര്യം. അതെ. അവർക്ക് എത്ര പ്രായം കാണും? അതിപ്പോ ഒരു 30-45. അത് ശരി. അപ്പൊ ഇത്ര നാള് ഫോൺ പിടിച്ചോണ്ട് നടന്നിട്ട് ഇതൊന്നും ചോദിച്ചില്ലേ? ശബ്ദം കൊള്ളാം. അപ്പൊ ശബ്ദം കൊള്ളാം. ഇനി രൂപമാണ് അറിയേണ്ടത്. അതിന് നേരിട്ട് കാണാതെ വേറെ മാർഗമില്ല. അത് ശരിയാവില്ല. ഇപ്പോ നല്ലൊരു റിലേഷൻ ഉണ്ട്, അത് നശിപ്പിക്കാൻ പറ്റില്ല. ചോ, ഇതിപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യും? പ്രശ്നമായല്ല. എന്റെ ചില്ലറ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ഒരു ഐഡിയ പറയാം.